അപ്പോൾ ഒരു വെല്ലുവിളിയായിട്ട് കാണുന്ന, ഒരു ആശങ്കയായിട്ട് കാണുന്നത് എന്താ? അതായത് ഇതേ വികസനം സർക്കാരും കൂടി ഒരു വികസന പദ്ധതിയായിട്ട് പ്രൊജക്റ്റ് ചെയ്തു. ഇപ്പോൾ ടൗൺഷിപ്പ് അടക്കമുള്ള പ്രോജക്റ്റുകൾ, ഇതിൽ അല്പം കാലതാമസം കോൺഗ്രസിൻ്റെ വീടിന് സംഭവിച്ചത്. അത് പൈസയൊക്കെ പിരിച്ചു, ഇപ്പോൾ നമ്മൾ സ്ഥലം വാങ്ങിച്ചു, ഒരു പ്ലാൻ തയ്യാറായി കഴിഞ്ഞു. പക്ഷേ അവിടെ നമുക്കൊരു കെട്ടിടം നിർമ്മിക്കാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമാണ് ഒരു പരിമിതം. അത് പല സാഹചര്യങ്ങളുണ്ടാവാം. അതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. അത് ഇടതുപക്ഷം വലിയ പ്രചരണമാക്കുന്നതിൻ്റെ മാതൃഭൂമി പത്രത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളും ഇതാ. സ്വാഭാവികമായും ഇടതുപക്ഷം ആ ഒരു പ്രചരണം നടത്തും, മുഖ്യമന്ത്രി ആ പ്രചരണം നടത്തും. ഞങ്ങൾക്കതിൽ ആശങ്കയൊന്നും ഞങ്ങൾക്കില്ല. ഞാനൊരു കാര്യം പറയാം, അത് വ്യക്തിപരമായി സിദ്ദിഖിനെതിരെയുള്ള ആരോപണമല്ല. അത് എന്തുകൊണ്ടോ അപ്പം നിലവിൽ ഇവർ അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പോലെ ഈ ടൗൺഷിപ്പ് സർക്കാർ നിർമ്മിച്ചു, മറുഭാഗത്ത് വീട് നിർമ്മിക്കാതെ പോയി, ഒരു താരതമ്യം വന്നാൽ അത് ബുദ്ധിമുട്ടാവുമോ? ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് സ്ട്രക്ചറലല്ല. അത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്. ഞങ്ങൾ ആദ്യം മുതൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്ട്രക്ചർ വേണ്ടേ? പറയാം. സ്ട്രക്ചറൽ എന്ന് പറഞ്ഞാൽ ഈ പൂർണ്ണമായിട്ടും സ്ട്രക്ചറൽ ആയിട്ടുള്ള പുനരധിവാസത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടരുത് ആണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ദുരന്തം നടന്ന് രണ്ടാമത്തെ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിൽ യോഗം നടന്നപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഞാൻ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ, മന്ത്രിമാരുടെ മുമ്പിൽ ഞാൻ വളരെ സീരിയസ് ആയി പറഞ്ഞ കാര്യമാണ്, ഇവിടെയുള്ള കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം, ഞങ്ങൾ ജനറൽ എഡ്യൂക്കേഷൻ രംഗത്തുള്ള മുഴുവൻ കുട്ടികളെയും ഞങ്ങൾ മേപ്പാടി സ്കൂളിലേക്ക് മാറ്റി. പ്രവേശനോത്സവം എന്ന് പറയുന്ന കൺസെപ്റ്റ് വരെ ബഹുമാനപ്പെട്ട രാജൻ മിനിസ്റ്ററുടെ ചെവിട്ടിൽ മന്ത്രിച്ചു കൊടുക്കുന്നത് ഞാനാണ്. നമുക്ക് പ്രവേശനോത്സവം നടത്തണം, ആ കുട്ടികൾക്ക് അതൊരു അത് കഴിഞ്ഞ് കോർഡിനേറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്തു കേട്ടോ. MLA എന്ന നിലയിൽ താങ്കളും ചെയ്തു, സർക്കാരിന്റെ ഭാഗത്ത് സർക്കാരും ഉണ്ടായി. അത് കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷൻ സെഗ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ കുട്ടികളിൽ പലരും വീഴാൻ പോവുക. അവർക്ക് ആകെയുള്ള അച്ഛൻ പോയി, അമ്മ പോയി, വീട് പോയി, ആകെയുള്ളത് അവർക്ക് ഈ കോഴ്സും വിദ്യാഭ്യാസവും മാത്രമാണ്, ജീവിതം അത് മാത്രമാണ്. അവിടെ സർക്കാർ അടിയന്തരമായി ഇടപെടണം. ഇടപെടാം എന്ന് പറഞ്ഞു, നോക്കാം എന്നുള്ളതല്ലാതെ മുന്നോട്ട് പോയില്ല. അവസാനം ഞാൻ മൂപ്പനാട് ചർച്ചിൻ്റെ മുമ്പിൽ നിന്ന് മുട്ടിലേക്ക് തിരിയുമ്പോൾ ഒരു കുട്ടി വന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സിന് MA എക്കണോമിക്സിന് സെൽഫ് ഫിനാൻസിങ് കോഴ്സിന് പഠിക്കുന്ന ഒരു കുട്ടി വന്നുകൊണ്ട് കൈപിടിച്ച് കരഞ്ഞു. നിരവധി കുട്ടികൾ. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു ലാൻഡ് സ്ലൈഡ് പോലെയുള്ള ഒരു മഹാദുരന്തം ഉണ്ടായി അവിടെ ഇങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ടായിട്ടുണ്ടാവില്ല. 147 കുട്ടികളും പഠിക്കുകയാണ്.